ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന അസുഖമാണ് ക്യാൻസർ. അപ്പോൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും വളരെ പേടിയോടുകൂടിയാണ് അവർ അതിനെ സമീപിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഈ ക്യാൻസർ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മാഡം ഒന്ന് പറയാമോ? ആക്ച്വലി ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ക്യാൻസർ ഉണ്ടായ കാലം തൊട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പല ഹോസ്പിറ്റൽസിലും ഡോക്ടേഴ്സ് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നത് ഇതിന്റെ ക്യാൻസർ ബയോളജി എന്ന് തന്നെ പറയുന്നുണ്ടാണ്. ക്യാൻസർ എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ. അപ്പോൾ ഒരു ബ്രീഫായിട്ട് ഇത്രയും നാൾ നടന്നിരിക്കുന്ന എല്ലാ സ്റ്റഡീസിനെയും ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രതിരോധ ശേഷി കുറഞ്ഞു പോകുന്നതാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണം. നമ്മുടെ ശരീരത്തിൽ സെൽ ഡിവിഷൻ അഥവാ കോശങ്ങളുടെ വിഭജനം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ നോർമലി നടക്കേണ്ട ഒരു കാര്യമാണ്. അതിന് എപ്പോഴും ഒരു നിയന്ത്രണത്തിലാണ് ആ ഒരു കാര്യം നടക്കുന്നത്. വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ എന്ന് പറയും. ഈ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ യാതൊരു അനിയന്ത്രിതമായിട്ടുള്ള കോശവിഭജനം അത് ശരീരത്തിൽ നടക്കുന്നതാണ് ക്യാൻസർ അല്ലെങ്കിൽ ഒരു ട്യൂമറായിട്ട് രൂപാന്തരപ്പെട്ട് പുറമെ കാണാൻ പാകത്തിനാകുന്നതോ അല്ലെങ്കിൽ നമുക്കൊരു സ്കാനിൽ ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിന് നോർമൽ അല്ലാത്ത ഒരു മുഴ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. നോർമലി നമ്മുടെ ഒരു സെല്ലിനകത്ത് ഇതുപോലെ DNA ബേസ്ഡ് ആയിട്ടായാലും എവിടെയെങ്കിലും ഒരു എറർ കണ്ടു കഴിഞ്ഞാൽ ആ സെല്ല് നോർമൽ അല്ല എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന തൊട്ടടുത്തിരിക്കുന്ന സെൽസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് തന്നെ പോലീസുകാരുടെ ജോലി എന്നത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ശരീരം തന്നെ അവയെ അടിച്ചമർത്തും, അല്ലെങ്കിൽ അത് വളരാനായിട്ട് അനുവദിക്കാതിരിക്കും, അല്ലെങ്കിൽ ആ സെല്ലിനെ നശിപ്പിച്ച് കളയും. അത് ആ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ജോലിയാണ്, നമ്മുടെ പ്രതിരോധ ശേഷിയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യത്തിൽ ഫെയിലിയർ വരുമ്പോഴാണ് ഈ സെൽസിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്ന ഡിറ്റക്ട് ചെയ്യാതെ പോവുകയും അത് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വലുതാവുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങൾ എപ്പോഴും അറിയാം, ഡയബറ്റീസ്, പ്രഷർ, ഷുഗർ, ഇതെല്ലാം വരുമ്പോൾ തന്നെ ശരീരത്തിന്റെ ആരോഗ്യം കുറച്ചൊരു ബുദ്ധിമുട്ടിലായിരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ടിങ്ങനെ ലോഡ് വലിച്ചുകൊണ്ട് പോകുന്ന പോലെ ശരീരം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിരിക്കും. നോർമലി ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ടൈം ടു ടൈം ഉറങ്ങാതിരിക്കുക, നമ്മുടെ ദിനചര്യയിൽ ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്ക് എപ്പോഴും തെറ്റുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴായിരിക്കും ഇതിന്റെ പ്രതിരോധ ശേഷിക്ക് വരെ അതിന്റെ ഒരു ചേഞ്ച് വരുന്നതും ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ അറിയാതെ പോകുന്നതും. പിന്നെ ഒരു 1% ഒക്കെ ഉള്ളൂ ജനറ്റിക്സ് ഇൻവോൾവ് ആയിട്ട് വരുന്നത്. ബാക്കി മുഴുവനും നമ്മുടെ ശരീരത്തിന്റെ തന്നെ ആ ഒരു എന്താ പറയുന്നത് ഏജിങ് പോലെ ആ ഒരു ഫാക്ടറാണ് മെയിനായിട്ട് ക്യാൻസറിന് കാരണമായിട്ട് വരുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനെല്ലാത്തിനും മൂല കാരണം സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പോൾ കുഞ്ഞിന് പോലും കരഞ്ഞാലേ പാലുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് തുടങ്ങി അവർ ഓരോ ഘട്ടത്തിൽ എത്തുമ്പോഴും ആ ഒരു ടൈം ഫ്രെയിമിനകത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സ്ട്രെസ് ആയാലും മാനസികമായ സമ്മർദ്ദമായാലും ബാക്കി അസ്വസ്ഥതകളായാലും ഉറക്കം കളയുന്ന കാര്യങ്ങൾ ഇഷ്ടം പോലെ വിഷയങ്ങൾ ധാരാളം വരിക. അപ്പൊ ഇതിനെല്ലാം ചലഞ്ച് ചെയ്ത് ജീവിച്ച് പോകുമ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ ശരീരത്തിന്റെ ഓരോ സെൽസിന്റെയും വൈറ്റാലിറ്റി കുറഞ്ഞു പോവുക. അതനുസരിച്ച് അതിന്റെ പൊട്ടൻഷ്യൽ ഈ പറഞ്ഞ ഈ ഒരു പൊട്ടൻഷ്യൽ എഫക്റ്റ് ഓഫ് എന്താ പറയാ ഇതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ളൊരു കഴിവ് അത് നഷ്ടപ്പെട്ടു പോവുക. അത് ഇൻ എഫക്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഒരു പാളിച്ച വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു അസുഖത്തിന് റീസൺസ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ക്യാൻസർ നിർണയം, അതായത് ഇപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല രോഗികളിലും സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ആയിരിക്കും അവർ ആദ്യമായിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് നമുക്ക് മുന്നേ തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്ന ക്യാൻസർ സ്ക്രീനിങ് ആണ്. ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പറയുകയാണെങ്കിൽ ക്യാൻസറിന് 4 സ്റ്റേജസ് ഉണ്ട്. എപ്പോഴും നമ്മളൊരു ഡിറ്റക്ഷൻ വരുമ്പോൾ ആദ്യം തന്നെ സ്റ്റേജിങ് ആണ് ചെയ്യുന്നത്. ക്യാൻസർ ഡിറ്റക്റ്റഡ് ആയി അല്ലെങ്കിൽ ഡയഗ്നോസ്ഡ് ആയി കഴിയുമ്പോൾ അത് ഏത് സ്റ്റേജ് ആണ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആ ഒരു സ്റ്റാൻഡേർഡിലായിരിക്കും പോകുന്നത്. ഈ സ്റ്റേജിങ്ങിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ കാണുന്ന ഡിസീസിന്റെ ഔട്ട്കം വളരെ നല്ലതായിരിക്കും. സെക്കൻഡ് സ്റ്റേജ് കുറച്ചുകൂടെ ഒരു 90% റിസൾട്ട് കിട്ടുമെങ്കിൽ അടുത്തതിന് 80% ആയിരിക്കും. എക്സാമ്പിൾ പറയാം, തേർഡ് സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ 50% ആൻഡ് ബിലോ ആയിരിക്കും. ഫോർത്ത് സ്റ്റേജ് ആകുമ്പോൾ ചില ക്യാൻസേഴ്സ്, അതായത് ആ സ്റ്റേജ് മാത്രമല്ല അതിന്റെ ബിഹേവിയറും കൂടെ വെച്ച് അപൂർവം ചില ക്യാൻസേഴ്സ് നന്നായിട്ട് ട്രീറ്റബിൾ ആണ്. ചില കേസസ് ഫോർത്ത് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും മറ്റു സ്ഥലങ്ങളിലോട്ടൊക്കെ വ്യാപിച്ചു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ട്രീറ്റ്മെന്റ് ഔട്ട്കം കുറച്ച് മോശമായിരിക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് ക്യാൻസർ എപ്പോഴും ഫസ്റ്റ് സ്റ്റേജിലോ സെക്കൻഡ് സ്റ്റേജിലൊക്കെ തന്നെ ഡിറ്റക്ട് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ 2 സ്റ്റേജിൽ എപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ
ആ ട്രീറ്റ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്യാൻസർ ക്യൂർ ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ആ ക്യാൻസറിനെ ശരീരത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക, എന്നിട്ട് ക്യാൻസർ ഫ്രീ ആയിട്ട് പേഷ്യന്റ് ജീവിക്കുക. ഈ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും ആ ട്രീറ്റ്മെന്റ് പോവുക. അതേസമയം സ്റ്റേജ് 3 സ്റ്റേജ് 4 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ക്യൂർ എന്ന് പറഞ്ഞൊരു സാധ്യത മിക്കവാറും കാണൂല. അപ്പൊ പിന്നെ അങ്ങോട്ട് ഈ അസുഖങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലോട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുക. മാക്സിമം പ്രോഗ്രഷൻ ഇല്ലാതെ ആ പേഷ്യന്റ് ജീവിക്കാനുള്ള സാഹചര്യം വരിക. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുവിധം അതുമായിട്ടൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു സ്ഥിതിയിൽ എത്തുമെങ്കിൽ അതുപോലും നമുക്ക് നല്ലൊരു റിസൾട്ടാണ്. അപ്പം അങ്ങനെയുള്ള രീതിയിലോട്ട് ഒരു പാലിയേറ്റീവ് ഇന്റന്റ് ആണ് 3rd-ലും 4th സ്റ്റേജിലും പറയാം. അപ്പൊ ഈ ഒരു കാര്യം വരുമ്പോഴേക്കും പേഷ്യന്റ് സർവൈവൽ അവിടെ 4th സ്റ്റേജിലോ 3rd സ്റ്റേജിലൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ സ്റ്റേജ് 1-ലോ സ്റ്റേജ് 2-ലോ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് നമുക്ക് നല്ലൊരു ഔട്ട്കം, അതായത് ഒരു 5 year സർവൈവൽ ആണ് അവർക്ക് 90% ഒക്കെ പറയുന്നത്. അതായത് 100 പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ 50ാമത്തെ ആള് 5 വർഷം ജീവിക്കാനുള്ള സാധ്യത 90%. അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് റിസൾട്ട്സ് പറയാറ്. അപ്പൊ അങ്ങനെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഡിറ്റക്റ്റഡ് ആകണം. അപ്പോ ബ്രസ്റ്റിൽ വരുന്ന ക്യാൻസേഴ്സ്, സെർവൈക്കൽ ക്യാൻസേഴ്സ്, പിന്നെ അതുപോലെ കോളോറെക്ടം, മലാശയത്തിൽ വരുന്ന ക്യാൻസേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും, കമ്പാരിറ്റീവ്ലി സ്ലോ ആയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 year ഒക്കെ കഴിയുമ്പോൾ വരെ ചിലപ്പോൾ ആ മുഴ അനങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കും. സെർവൈക്കൽ ക്യാൻസർ ഒക്കെ, ഗർഭാശയകള ക്യാൻസർ, അതൊക്കെ എന്ന് പറഞ്ഞൊരു യൂഷ്വലി നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റീസ് തുടങ്ങുന്ന ടൈമിലായിരിക്കും ഇതിന്റെ സ്റ്റാർട്ടിങ് അകത്ത് തുടങ്ങുന്നത്. പക്ഷെ മെനോപോസ് ആകുന്ന ടൈമിലേ അത് അസുഖമായിട്ട് പുറത്ത് കാണുള്ളൂ. അപ്പൊ അത്രയും വർഷം എടുത്താണ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ക്രീനിങ് പ്രോഗ്രാം അവിടെ നടത്തുമ്പോൾ ജസ്റ്റ് ഒരു പാപ്സ്മിയർ എന്ന് പറയും, എല്ലാ ഹോസ്പിറ്റൽസിലും ഫ്രീ ആയിട്ട് നടത്തുന്ന ടെസ്റ്റാണ്. അതിൽ തന്നെ ഇങ്ങനൊരു ചേഞ്ച് അവിടെ വരുന്നുണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ബ്രസ്റ്റിന്റെ കാര്യത്തിൽ സ്ക്രീനിങ്ങിന് വേണ്ടി നമ്മൾ മാമോഗ്രാം യൂസ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, ക്ലിനിക്കൽ ഹോസ്പിറ്റലിൽ വന്നൊരു ഡോക്ടർ പരിശോധിച്ച് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് സ്ക്രീൻ ചെയ്യുക. അപ്പൊ ഇത് പേഷ്യന്റ് ഡിറ്റക്ട് ചെയ്യുന്നതിന് മുന്നേ ആ അസുഖം കണ്ടുപിടിക്കാനുള്ള ടൂൾസ് ആണ്. അപ്പൊ അതിന് ആകെയുള്ളത് പേഷ്യന്റ് പരിശോധനയ്ക്ക് തയ്യാറായി വരണം. ഇവർ പേഷ്യൻസ് ആയിരിക്കില്ല. നോർമൽ പോപ്പുലേഷനിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സന്നദ്ധതയോടെ പരിശോധിക്കാൻ തയ്യാറായിട്ട് ആളുകൾ വരിക എന്നുള്ളതാണ് സ്ക്രീനിങ്ങിന്റെ ഒരു കാര്യം. അപ്പൊ അതിനകത്ത് പേഷ്യന്റിന്റെ പബ്ലിക്കിന്റെ സൈഡിൽ നിന്നുള്ള മോട്ടിവേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നതും എന്നാൽ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത, അതായത് ചെറിയ ചെറിയ സ്റ്റെപ്സോട് കൂടി ക്യാൻസർ ഡെവലപ്പ് ചെയ്യാതെ നോക്കാവുന്ന രോഗങ്ങൾക്കാണ് സ്ക്രീനിങ് പ്രോഗ്രാം കൊടുക്കുന്നത്. അപ്പോൾ പക്ഷെ ചില രോഗങ്ങൾ മറിച്ച് കണ്ടുപിടിക്കുമ്പോൾ തന്നെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും കാണുക. ഇപ്പോൾ CA പാൻക്രിയാസ്, ലിവറിൽ വരുന്ന ക്യാൻസേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് അത് പ്രോഗ്രസ് ചെയ്യുകയും ഒരു 6 months തന്നെ പേഷ്യന്റിന് വളരെ ബുദ്ധിമുട്ട്, ചിലപ്പോൾ ജീവഹാനി തന്നെ സംഭവിക്കും. ഇങ്ങനെ സ്പീഡിൽ പ്രോഗ്രസ് ചെയ്യുന്ന രോഗങ്ങൾക്ക് നമുക്ക് സ്ക്രീനിങ് ടൂൾ അത്ര പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിവറിൽ അസുഖം കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാവരെയും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. അതിന് മിക്കവാറും ആരും തയ്യാറായിട്ട് വരില്ല. അങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെ അതൊരു 6 months ആകുമ്പോഴത്തേക്ക് പേഷ്യന്റിന് അസുഖം മോശമാവുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അവിടെ അത്തരത്തിലുള്ള രോഗങ്ങൾക്ക് സ്ക്രീനിങ് ടൂൾ അത്ര ഫലവത്തല്ല. അതേസമയം ഇതുപോലെ സമയമെടുത്ത് ക്യാൻസറായി വരുന്നതിന് ധാരാളം 1 വർഷം, 1.5 വർഷം, 2 വർഷം അത്രയൊക്കെ ടൈം കിട്ടുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്ക്രീനിങ്ങിൽ നേരത്തെ ഡിറ്റക്ട് ചെയ്താൽ അവർക്ക് ഈ അസുഖം പ്രോഗ്രസ് ചെയ്യാതെയോ അല്ലെങ്കിൽ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാനും അവര് എത്രയോ വർഷം പിന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ചെക്കപ്പിൽ വരുന്നത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഔട്ട്കം കിട്ടാൻ പേഷ്യന്റ് സർവൈവൽ ബെനിഫിറ്റ് ആണ് ഏർലി ക്യാൻസർ ഡിറ്റക്ഷനിന്റെ റിസൾട്ട്. അതിന്റെ ഒരു ഫലം നമുക്ക് പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം അതാണ്. അപ്പൊ അവര് അവരുടെ നോർമൽ ലൈഫിൽ തന്നെ തിരികെ പോയി കാര്യങ്ങളെല്ലാം ചെയ്ത് സാധാരണഗതിയിൽ ജീവിച്ചു പോകുന്നു കാണാൻ പറ്റും. ലേറ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റിൽ തന്നെ തുടങ്ങുന്ന ക്യാൻസർ ആണെങ്കിൽ ബോണിലേക്ക്, ലിവർ, ലങ്, ബ്രെയിൻ ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്ഥിതി കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും ബ്രസ്റ്റിന്റെ ഇരിക്കുന്ന ഒരു മുഴ സർജറി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ റേഡിയേഷൻ കൊടുക്കാനോ അത്തരത്തിൽ ആ ബ്രസ്റ്റിനെ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് പിന്നെ ഒരിക്കലും എവിടെയും ചെയ്യില്ല. പിന്നെ മൊത്തത്തിൽ കൊടുക്കുന്ന പാലിയേറ്റീവ് കീമോതെറാപ്പി, ബ്രെയിനിലോട്ട് അസുഖം വന്നാൽ അവിടെ മാത്രം ഒരു കോംപ്ലിക്കേഷൻ ലെവലിലോട്ട് പോകാതിരിക്കാൻ കൊടുക്കുന്ന റേഡിയേഷൻ, അങ്ങനെയൊക്കെ ഉള്ള ട്രീറ്റ്മെന്റുകളാണ് പിന്നെ ഉള്ളത്. ക്യാൻസർ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇതിനൊരു പരിധി വരെ തടയാൻ പറ്റുന്ന ജീവിതശൈലിയിലെ മാറ്റങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നമുക്ക്? അതെ, നല്ലൊരു ചോദ്യമാണ് ഇത്. ആക്ച്വലി ആദ്യം പറഞ്ഞ ചോദ്യത്തിന്റെ ബാക്കിയാണ്.
ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് സ്റ്റഡി ചെയ്തത് ഇത് പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റിയിലേക്കാണ് വീണ്ടും ചെന്നെത്തുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടാണ് ഇപ്പോൾ ക്യാൻസർ പറയുന്നത്. ഷുഗർ, പ്രഷർ ഒക്കെ പറയുന്ന പോലെ ഒരു രോഗമായിട്ടാണ് ക്യാൻസർ ഇപ്പോൾ ക്ലാസിഫൈഡ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ബേസ് ലൈൻ ബയോളജിക്കൽ ക്ലോക്ക് ആയാലും ശരീരത്തിന്റെ ഒരു ബേസിക് ഘടനയുണ്ട്. അതിനകത്ത് ഫിസിയോളജിക്കുള്ള ഒരു ഇതുണ്ട്. നമുക്ക് ശരീരഘടന എന്ന് പറയുമ്പം അനാറ്റമി, അതായത് ശരീരത്തിന്റെ ഷേപ്പോ അല്ലെങ്കിൽ പ്രകൃതം എന്ന് പറയുന്നതിന് അതൊന്ന്. രണ്ടാമത് അതിൻ്റെ ഉള്ളിലുള്ള ഫങ്ഷൻസ് എല്ലാം നടക്കുന്നതിന്റെ ഒരു ചിട്ട. അത് ഓരോ വ്യക്തിക്കും മാറി മാറിയിരിക്കും. ചിലർക്ക് ബി പി നോക്കുമ്പോൾ നമുക്കൊരു റേഞ്ചിലേ പറയാൻ പറ്റൂ. ഒരാൾക്ക് എപ്പോഴും കാണുന്ന ഒരു ബി പി ആയിരിക്കില്ല വേറൊരാൾക്ക് സ്ഥിരം കാണുന്നത്. അതിനർത്ഥം ഒരാളുടെ ബി പി കൂടുതലെന്നോ കുറവെന്നോ ആയിരിക്കില്ല. ഒരാൾക്ക് സ്ഥിരമായ ഒരു മരുന്നും കഴിക്കാതെ ബി പി ഒരു ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ ആളുടെ നോർമൽ അതായിരിക്കും എന്നാണ് എടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള വേരിയേഷൻസിനുള്ള ഗ്യാപ്പും കൂടെ കൊടുത്ത് ആ ഒരു വ്യക്തിക്ക് ആ ബേസ് ലൈൻ എങ്ങനെയാണോ അതേ രീതിയിൽ ഡിസ്റ്റർബൻസ് ഇല്ലാതെ പോവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവന് മാർക്ക് കിട്ടുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നല്ല സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് പോകുന്നു. അവിടെ തൊട്ട് അവന് പോലും അറിയാതെ സ്ട്രെസ്സിലേക്ക് പോകുന്നുണ്ട്. മാർക്ക് സ്കോർ ചെയ്യണം, ഇത്ര മണിക്കൂർ പഠിക്കണം, ഇത്ര സമയം ഉറങ്ങാവുള്ളൂ, അങ്ങനെ വരുമ്പോഴേക്കും നോർമലി ആ ശരീരത്തിൽ നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ നിന്നും ഒരുപാട് വേരിയേഷൻസ് വന്നു പോകാനുള്ള സാധ്യതകളൊക്കെയാണ് അത് ചുറ്റും നടക്കുന്നതാണ്. അപ്പൊ ഇത്രയും സ്ട്രെസ് എടുക്കുമ്പോഴും ശരീരത്തിന് ഒരു വിശ്രമം എന്ന് പറഞ്ഞാൽ അഡിക്വേറ്റ് ആയിട്ട് കൊടുക്കാനുള്ള കാര്യം കൂടെ ഇൻകൾക്കേറ്റ് ചെയ്യുക. പ്രോപ്പർ റെസ്റ്റ്, പിന്നെ ഫുഡ്, വെള്ളം, ഉറക്കം, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബേസ് ലൈൻ പില്ലേഴ്സ് എന്ന് പറയുന്നത്. അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വേണം ഏത് കാര്യവും ചെയ്തു പോകാൻ. അപ്പൊ നമുക്ക് ഏത് സ്ട്രെസ്സും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളുടെ ശരീരം ഓക്കെ ആണെങ്കിൽ, അല്ലെ ഹെൽത്ത് വൈസ് മെന്റലിയും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് സ്ട്രെസ് എന്ന് പറഞ്ഞൊരു ഡെഫിനേഷനിലേക്ക് തന്നെ പോകുന്നത്. ഒരു ഡിമാൻഡ് വരുന്നു, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ സ്ട്രെസ് ഇല്ല. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പക്ഷെ അതുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഈ സ്ട്രെസ് നമ്മളെ ഭരിക്കാൻ തുടങ്ങും. നമ്മൾ അതിന്റെ അണ്ടറിലാകും. അപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സിക് ഹോർമോൺസും ഓരോ ന്യൂറോടോക്സിൻസ് ആയാലും ബ്രെയിൻ ലെവലിൽ നിന്ന് തൊട്ട് റിലീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് കുറേ സമയം കഴിയുമ്പോൾ നമ്മൾ എപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നാലും ബോഡി എപ്പോഴും റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് റിവേർട്ട് ചെയ്ത് നോർമലാക്കി റീസെറ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ബോഡിയുടെ ഒരു ഫിനോമിനനാണ്. ഒരു DNA ഡാമേജ് നടന്നു കഴിഞ്ഞാൽ ആ DNA റിപ്പയർ അതിന്റെ പിന്നാലെ തന്നെ വരും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡാമേജ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ റിപ്പയർ നോർമൽ ആവില്ല. അല്ലെങ്കിൽ ആ നോർമൽ അല്ലാത്തൊരു തരത്തിൽ എങ്ങനെയെങ്കിലും പാച്ചപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കും പോവുക. അപ്പൊ ഇങ്ങനെ ഒരു റിപ്പീറ്റഡ് എറേഴ്സ് വരുന്നതാണ് ഒരു റീസൺ. അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ, അതിനുള്ള റീസൺസ് എന്താണെന്ന് കണ്ടെത്തി അതിനെ ഒഴിവാക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ വായിലൊരു മുറിവ് വരുന്നു, പല്ല് കൊണ്ട് മുറിയുന്നു, അത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങുന്നു, വീണ്ടും മുറിയുന്നു, പിന്നെ ഉണങ്ങുന്നു, വീണ്ടും മുറിയുന്നു. അപ്പൊ ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും ഇഞ്ചുറീസ് വന്നുകൊണ്ടിരിക്കുന്നു, അത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, വീണ്ടും ഇഞ്ചുറി വരുന്നു, അത് ഹീൽ ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു തവണയായി 2 തവണയായി കുറെ ആകുമ്പോഴത്തേക്ക് ബോഡിക്ക് ആ ഹീലിംഗ് പ്രോസസ്സ് സ്ലോ ആകാൻ തുടങ്ങും. അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഹീൽ ആവില്ല. കണ്ടിന്യൂസ് എപ്പോഴും അവിടെ ഒരു സ്കാറ് കിടക്കും. ഈ സ്കാറ് പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും പതുക്കെ ഇഞ്ചേർഡ് ആവുന്നതനുസരിച്ച് അത് ഗ്രോത്തിലേക്ക് പ്രോലിഫറേറ്റ് ചെയ്യാനായിട്ട് വളരെ സാധ്യതയിൽ നിൽക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കത് വിസിബിൾ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഓറൽ ക്യാവിറ്റിയിലുള്ള സാധ്യത. എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ ഉള്ളിൽ നടക്കും. അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് വരുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമ്മളൊരു ടെസ്റ്റിന് പോകുന്നതോ ഇങ്ങനെ എന്തെങ്കിലും കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ, ഇപ്പോൾ എക്സാമ്പിൾ കാർഡിയക് അറസ്റ്റ് പറയുവാണെങ്കിൽ, കാർഡിയോളജി വിഷയങ്ങൾ, കൊറോണറി ആർട്ടറി ഡിസീസ് ഇതൊക്കെ പറയുവാണെങ്കിൽ ഈ ഡിസീസ് പോലെ തന്നെ പറയുന്നെങ്കിലും അതിന് സ്റ്റാർട്ടിങ്ങിൽ ഒരു പെയിനോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോളിലൊക്കെ വേരിയേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനൊരു സാധ്യതയുണ്ട്, നെഞ്ചുവേദന വന്ന ആശുപത്രി പോകണം, ഇപ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ എങ്കിലും വരുന്നുണ്ട്. ക്യാൻസറിനെ സംബന്ധിച്ച് അതിന് ഇനിഷ്യൽ സ്റ്റേജിലൊന്നും ഒരു സിംറ്റം ഇല്ല, പെയിൻ എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് അതിനെ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെന്താണെന്ന് കൊണ്ട് ആദ്യം തന്നെ പരിശോധിക്കുക. ഇപ്പൊ വരാതിരിക്കാനാ ചോദിച്ചതെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഇഗ്നോർ ചെയ്യാതിരിക്കുന്നതും ഏർലി സ്റ്റേജിൽ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഹെൽത്ത് വൈസ് ഇതാണ്, ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് വെക്കുക എന്നുള്ളതാണ് പറയാൻ പറ്റുന്ന കാര്യം. സ്ട്രെസ് ആണ് അതിനകത്ത് ഏറ്റവും മെയിൻ റീസൺ ആയിട്ട് കാണുന്നത്. അതിനെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ, റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ വായിക്കുക, പാട്ട് കേൾക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈം ഫ്രെയിമിൽ തീർക്കാൻ നോക്കുമ്പോൾ റിലാക്സേഷനൊക്കെ നമ്മൾ പിന്നത്തേക്ക് വയ്ക്കും. ഇത് ചെയ്തു പോകുമ്പോഴത്തേ അടുത്ത ജോലി കിട്ടും, അടുത്ത ജോലി ഇങ്ങനെ പോകുമ്പോൾ ഈ റിലാക്സേഷന് പിന്നെ നമ്മൾ മിക്കവാറും ഉറങ്ങാനേ ശ്രമിക്കാറുള്ളൂ. മിക്കപ്പോഴും ലേറ്റ് നൈറ്റ് വർക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഉറക്കവും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും.
ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നത്. അപ്പൊ ആ ഒരു ശീലം നമ്മൾ മൊത്തം ഹോൾ സൊസൈറ്റി തന്നെ മാറുക വേണ്ടത്. അതായത് പണ്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് ഈ AI കാര്യങ്ങളോ അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായെങ്കിലും ആളുകൾ അവരുടെ ടൈം ഫ്രെയിം അനുസരിച്ച് അവരുടെ പറ്റുന്ന സിറ്റുവേഷനിലേ അവർ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ആരോഗ്യം ഡാമേജ് ആകാതിരിക്കുകയും രോഗങ്ങൾ കുറവും കണ്ടിരുന്നു. ക്യാൻസർ വല്ലപ്പോഴും കാണുന്നത്, വല്ലപ്പോഴും ആയിരിക്കും റിപ്പോർട്ടഡ് ആവുന്നത്. ഇപ്പോ നമ്മളൊരു ഏരിയ നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് മെഡിക്കൽ സ്റ്റോർസ് ആയിരിക്കും. അപ്പൊ അത് ഈ ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത്. അത് റിവേർട്ട് ചെയ്ത് വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നറിയില്ല. പക്ഷെ എല്ലാവരും ഒരുപോലെ വിചാരിക്കാമെങ്കിൽ ഇതിന് മാറ്റം വരും. അതെ, അതിനെപ്പറ്റി പറഞ്ഞില്ല ആക്ച്വലി. അതും കൂടെ അതിനകത്ത് ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പറയാറ്. എങ്ങനെയാണ് ബാലൻസ് ഡയറ്റ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഘടകങ്ങളും ഒരുപോലെ അടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ റിക്വയർഡ് ക്വാണ്ടിറ്റീസിൽ അതുണ്ടോ എന്നുള്ളതാണ് നോക്കുക. കാർബോഹൈഡ്രേറ്റ് ആയാലും പ്രോട്ടീന്, ഫാറ്റ്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യം. പക്ഷെ നമ്മൾ ഇത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ്, ഇത്ര ഗ്രാം പ്രോട്ടീൻ എന്നും പറഞ്ഞ് നമുക്ക് കഴിക്കാനാവില്ല. അപ്പൊ നമ്മൾ നോർമലി കഴിക്കുന്ന ആഹാരത്തിനകത്ത് ധാരാളം വെള്ളം ഉണ്ടാവണം, ഫൈബർ കണ്ടന്റ് ധാരാളം ഉണ്ടാവണം, മോഷൻ നന്നായിട്ട് പോകണം. നമുക്ക് മോഷൻ പോകാതിരിക്കുന്ന നമ്മുടെ എക്സ്ക്രീറ്ററി സംഭവമാണ്. അത് പോകാതെ അവിടെ ഇവിടെയൊക്കെ തങ്ങി നിൽക്കുന്നതും ഇതിനൊരു റീസൺ. അപ്പൊ അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ശ്വാസം പുറത്തു പോകുന്നത് അതും ഒരു എക്സ്ക്രീഷൻ ആണ്. നമ്മൾ ഗ്യാസ് വഴി പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. മോഷൻ പോകുന്നത്, യൂറിൻ പോകുന്നത്. അപ്പൊ ആ ടോക്സിൻസ് എല്ലാം വെളിയിൽ പോകണം. അതിന് ഈ ഡയറ്റ് വൈസ് എന്തെല്ലാം അതിന് സഹായിക്കും അതെല്ലാം ചെയ്യണം. വെള്ളം കുടിക്കുന്നതിന് ഒരു അളവ്, അതുപോലെ അത് പുറത്തു പോകാനും ഒരു അളവ്, ആ മെഷർ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാം ഒരുപോലെ പോകുന്നുണ്ടോ. അപ്പൊ അത് പിന്നെ വെജിറ്റബിൾസ് എപ്പോഴും, നോൺ വെജിനേക്കാളും വെജ് ഡയറ്റ് ആണ് എപ്പോഴും നല്ലത് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ നോൺ വെജ് മോശം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. റെഡ് മീറ്റ് അതൊക്കെ പറയുന്ന വെച്ചാൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കുറെ കൂടുതൽ ബോഡി വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. നമുക്ക് അതിനകത്ത് പ്രോട്ടീൻ ധാരാളം ഉണ്ട് ഇതൊക്കെ പറയുന്നെങ്കിലും ആ പ്രോട്ടീൻ നമുക്ക് ഇങ്ങോട്ട് അസിമിലേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് നോൺ വെജിന്റെ കാര്യം. എന്നാൽ നോൺ വെജിനകത്തുനിന്ന് അയൺ ഇതൊക്കെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് ദാൻ വെജിറ്റേറിയൻ ഡയറ്റ്. വെജിറ്റബിൾസിലുള്ള ചില ഫൈബേഴ്സ് ഒക്കെ ഈ അയണിനെ ഹീലേറ്റ് ചെയ്ത് ഫുഡിന്റെ കൂടെ മോഷനിലോട്ട് പോകും. അപ്പൊ അത് അബ്സോർബ് ചെയ്യില്ല എന്നാണ് പറയുക. അപ്പം അയണും ബാക്കി മിനറൽ ചില ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാനായിട്ട് നോൺ വെജ് ഡയറ്റ് തന്നെ ആയിരിക്കും എപ്പോഴും നല്ലതാണെന്ന് പറയാറ്. കാരണം ബോഡിയുടെ ഇതുമായിട്ട് മാച്ച് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് കിട്ടാനുള്ള സഹായത്തിന്. ഏതിന് തന്നെയായാലും നന്നായിട്ട് അതിലൂടെ വെള്ളം നന്നായിട്ട് കുടിക്കുക. നോൺ വെജ് കംപ്ലീറ്റ്ലി നോൺ വെജ് ആയിട്ടുള്ള ഫുഡ് ഒരിക്കലും നല്ലതല്ല. നോൺ വെജ് എപ്പോൾ കഴിച്ചാലും അതിൻ്റെ കൂടെ ഇലക്കറികൾ അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് ഉള്ള എന്തെങ്കിലും അതൊക്കെ കുറച്ച് ധാരാളമായിട്ട് പോകണം. കാരണം ഇതിൽ നിന്ന് എക്സ്ട്രാ വരുന്നതെല്ലാം തന്നെ അവിടെ അക്യുമുലേറ്റ് ചെയ്യാതെ മുഴുവനും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ പോകണം. ആ രീതിയിലാണ് നമ്മൾ ഡയറ്റിനെ ക്രമീകരിക്കുക. ആ പേരിന്ന് തന്നെ അറിയാം അത് ജങ്ക് ആണെന്ന്. അതായത് അത് ബോഡിക്ക് ഒരിക്കലും പ്രയോജനം കിട്ടുന്നൊരു കാര്യമല്ല. പിന്നെ അത് പ്രിപ്പയർ ചെയ്യുന്ന രീതി വ്യത്യാസം, അതിനകത്ത് യൂസ് ചെയ്യുന്ന ഓയിൽ, അതിനകത്ത് ആർട്ടിഫിഷ്യലി ചേർക്കുന്ന കാര്യങ്ങൾ, കളർ, അങ്ങനെയുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ജങ്ക്. അപ്പോൾ അതിനകത്തുനിന്നൊരു നമുക്കൊരു ബയോളജിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ആ ഫുഡിനകത്ത് തീരെ കാണൂല. അത് ജസ്റ്റ് ഒരു നാക്കിന്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കൊടുക്കുന്നതെങ്കിലും പലരും ആ ടേസ്റ്റിന് അഡിക്റ്റഡ് ആയിട്ട് അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും കാണാറ്. അപ്പൊ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇങ്ങനെയുള്ള കണ്ടന്റ്സ് ഫുഡിനകത്ത് ഫുഡ് കണ്ടന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പക്ഷെ പലയിടത്തും ഈ ഫുഡിന്റെ കണ്ടന്റ് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നതാണെങ്കിലും ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞ കാര്യം വെച്ച് ചെയ്ത് വല്ലപ്പോഴും കഴിക്കുന്നതിന് പ്രശ്നമില്ല. ബട്ട് അതുകൊണ്ടൊരു യൂട്ടിലിറ്റി ആക്ച്വലി ശരീരത്തിലേക്ക് വരുന്നില്ല എന്ന് തന്നെ പറയണം. പിന്നെ ഈ കയറുന്ന ടോക്സിൻസ് നമ്മൾ കഴിക്കുന്ന ഫുഡിലായാലും ശ്വാസത്തിലായാലും നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുന്ന ഏത് ടോക്സിനും അത് ലിവർ ഹോൾഡ് ചെയ്യും. ലിവർ ആ മോഷനിലൂടെ ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് വിടും. കിഡ്നി അത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് വിടും. പക്ഷേ ലിവറിൽ ഇപ്പം നമ്മൾ ആൽക്കഹോളിന്റെ കാര്യം പറയാറുണ്ട്. ആൽക്കഹോൾ ഒരു കാർസിനോജൻ ആണ്. പുകയിൽ അതൊക്കെ പറഞ്ഞില്ല, ടൊബാക്കോ, ഇതിനകത്തുള്ള സംഭവങ്ങളെല്ലാ കാർസിനോജൻസും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സൈസിൽ, അതായത് മൈക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തിരിച്ച് ഇത് ആക്ച്വലി ടോക്സിൻസ് ആണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അവസ്ഥയിൽ വളരെ ബ്ലഡിലേക്ക് കലരാൻ വളരെ എളുപ്പത്തിലാണ് പോകുന്നത്. അപ്പം കൂടിയ വോളിയൂമിൽ അത് അകത്ത് പോകും. അപ്പൊ അത് അക്യുമുലേറ്റ് ചെയ്ത് അതൊരു അക്യുമുലേറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും അത്
സെല്ലിനോട് ഡാമേജിലേക്ക് ചെന്നെത്തുന്നത്. അപ്പം ലിവർ ഈ ടോക്സിക് എഫക്ട് ശരീരത്തിലോട്ട് വരാതിരിക്കാൻ ഡീടോക്സിഫൈ ചെയ്യുന്ന ഒരു അവയവമാണ് ലിവർ. ലിവർ ഈ ആൽക്കഹോളിനെ മറ്റേ ആൽഡിഹൈഡ് ആക്കി, അങ്ങനെ നമ്മളൊരു കെമിസ്ട്രി പറയാറുണ്ട്. അങ്ങനെ ഒരു ഡീടോക്സിഫൈ ചെയ്തൊരു ഫോമിൽ അതിനെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എപ്പോഴാണോ ഈ സംഭവം റിലീസ് ആവുന്നത് ആ സെല്ലും കൂടെയാണ് നശിച്ചു പോകുന്നത്. അങ്ങനെയാണ് ലിവറിന് ഡാമേജ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു 50 വയസ്സിൽ ഫാറ്റി ലിവർ അൾട്രാസൗണ്ടിൽ കാണുന്നുവെങ്കിൽ ആ പ്രായം വരെ ഈ വ്യക്തി എത്ര ലിറ്റർ ഓഫ് ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കാണും, അല്ലെങ്കിൽ ലിവർ എത്ര ആൽക്കഹോളിനെ ഹാൻഡിൽ ചെയ്ത് കാണും എന്നുള്ളതിന്റെ റിസൾട്ടാണ് ഈ ഗ്രേഡ് 1 ഫാറ്റി ലിവർ. കുറച്ച് കഴിയുമ്പോൾ അത് ഗ്രേഡ് 2 ഫാറ്റി ലിവർ ആവും. ഫാറ്റി ലിവർ കൂടുതൽ കാർബോഹൈഡ്രേറ്റും കൂടിയാണ്. നമ്മൾ കഴിക്കുന്ന ചോറ് ഗ്ലൈക്കോജനായിട്ട് അവിടെ ചെന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഫാറ്റി ലിവർ ഉണ്ടാക്കും. ആൽക്കഹോൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡാമേജ് കുറച്ചും കൂടെ കൂടും. അപ്പൊ ലിവറിന് കുറച്ച് നിൽക്കുന്ന മൈലേജ് കുറച്ചുകൂടെ കുറയും എന്ന് പറയാൻ പറ്റും. അപ്പൊ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം ഒരുപാടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ജങ്ക് ആയാലും കഴിക്കാതിരുന്നായാലും സ്ട്രെസ് റിലീസ്ഡ് ആയിട്ടുള്ള ഓരോ എമർജൻസി ഹോർമോൺസ് ആയാലും ഇതെല്ലാം ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് വലിയൊരു ലോഡായിട്ട് ലിവറിൽ കൊടുക്കുകയാണ് ചെയ്യുക. അവർക്ക് ഹാൻഡിൽ ചെയ്യുന്നതിനും കവിഞ്ഞ് കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്രയാസത്തിലേക്ക് പോകുന്നത്. നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെങ്കിലും ഇരുന്നത് നമുക്കൊന്ന് മുക്തി നേടിയെടുക്കാനായി, അല്ലെങ്കിൽ നമ്മുടെ ഇനി വരുന്ന കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും ജങ്ക് ഫുഡ് ഇഷ്ടപ്പെടുന്നവരും കൂടുതൽ അവർക്കൊന്ന് കളിക്കാനോ ഒന്നിനും സമയം കിട്ടാതെയൊക്കെ ഒരു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ. സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നു. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്ന് നോക്കേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എല്ലാ രീതികളിൽ നിന്നും ആ ഒരു ലെവലിലോട്ട് ഇപ്പൊ എല്ലാ രീതിയിൽ നിന്നും അത് ആക്ട് ചെയ്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിലായത്. അപ്പൊ തിരിച്ച് ഒരു ഡെലിബറേറ്റ്ലി നമ്മൾ അങ്ങനെ ഒരു മൂവ്മെന്റിലേക്ക് പോകാനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ് വൈസോ അല്ലെങ്കിൽ എല്ലാ ഒരു കുട്ടിയെ ബാധിക്കുന്ന ഏതെല്ലാം സിറ്റുവേഷൻസ് ഉണ്ടോ അതെല്ലാം ആ രീതിയിലേക്ക് മാറണം. കുട്ടികൾക്ക് അവബോധം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അവർക്ക് അവൈലബിൾ ആകുന്നത് ഇതൊക്കെയാണ്. അപ്പൊ അതും കൂടെ മാറണം. അപ്പൊ നമ്മൾ പണ്ട് കാലത്ത് നമ്മളൊരു ചായക്കടയിൽ പോയി വട കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ല എണ്ണയിൽ ഉണ്ടാക്കി തരുന്ന വട വല്ലപ്പോഴും നമ്മൾ കഴിക്കും, അല്ല അച്ഛനമ്മയും വാങ്ങിച്ച് നമുക്ക് തരും. ഇപ്പൊ അങ്ങനെയല്ല, കിട്ടുന്നതിനകത്ത് ആ എണ്ണയിൽ തന്നെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇട്ട് ഉരുക്കിയിട്ടാണ് നല്ല ക്രിസ്പി ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വ്യക്തമായിട്ട് അറിയാതെ മോശമാണ് എന്നുള്ളത്. അപ്പൊ അത് കുട്ടികൾ അറിയില്ല. അപ്പൊ അവര് കഴിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടെയുള്ള ആളുകളുടെ ടെംപ്റ്റേഷൻ ഇതെല്ലാം ഉണ്ട്. അപ്പം മൊത്തത്തിലുള്ള ചേഞ്ചാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഹെൽത്ത് പോളിസി മേക്കേഴ്സിന്റെ അവരുടെ സൈഡിൽ നിന്ന് തന്നെ ആയിരിക്കും എല്ലാം തുടങ്ങേണ്ടത്. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്കിൽ തന്നെ പഠിക്കുന്നുണ്ട് ബാലൻസ് ഡയറ്റ് എന്താ, അതിനകത്ത് ഓരോ കണ്ടന്റ് എന്താ ഉള്ളത്, എവിടെയാ പോകുന്നത്, എങ്ങനെയാ ചെയ്യുന്നത്, എക്സ്ക്രീഷൻ എങ്ങനെയാ, ഇതെല്ലാം സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഇത് പ്രാവർത്തികമാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മളും പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾക്ക് അന്ന് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആയിരുന്നില്ല നമ്മളൊന്നും. നമ്മളുടെ സിറ്റുവേഷനിൽ നമ്മൾക്ക് ഇപ്പോൾ ഈ ഫോണിന്റെ എക്സ്പോഷർ എന്ന് പറയുന്ന പോലെ തന്നെ അന്ന് നമ്മൾ വളരെ കുറച്ചുകൂടെ സേഫർ ആയിട്ടുള്ള ഇതായിരുന്നു. നമ്മുടെ കുറച്ചുകൂടെ എൽഡർ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർ 85 വയസ്സ് 90 വയസ്സ് 100 വയസ്സ് വരെ നിൽക്കുന്നത് ഇപ്പോഴും കാണാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ നമ്മളുടെ കണ്ടംപററീസ് ഒരു 45 വയസ്സൊക്കെ ആകുമ്പോൾ ഡെത്ത് ആവുന്നതാണ് കാണുന്നത്. കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം ഡ്രഗ്സിന്റെ ഒക്കെ എക്സ്പോഷറും കൂടെ വരുന്നത് കാരണം അവർക്ക് തമ്മിൽ തിരിച്ചറിയാനൊന്നും പറ്റുന്നില്ല. അവർ കുറച്ചുകൂടെ യങ്ങർ ഏജിൽ നേരെ മരിച്ചു പോവുക ചെയ്യുക. ഈ ഡ്രഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു 10 വർഷം കൂടെ മുന്നോട്ട് പോകില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ നിയമപരമായിട്ട് തന്നെ ശരിയായി വരേണ്ടതാണ്. അത് ക്യാൻസറിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. മാഡം, നമ്മുടെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ ദിവസമാണ് മാഡം ഒപിയിൽ ഉണ്ടാവുക? നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ നൽകുന്നതെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കും. നമ്മൾക്കിവിടെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലാണ് കേരളത്തിലെ ഹെൽത്ത് സർവീസിന്റെ കീഴിൽ ആദ്യമായിട്ട് ഓങ്കോളജി പാലിയേറ്റീവ് ക്ലിനിക് എന്ന നിലവിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന താലൂക്ക് ഹോസ്പിറ്റൽ. അത് 2013 തുടങ്ങിയിരിക്കുന്നത്. ഇന്നത് കുറച്ചുകൂടെ വിപുലമായിട്ട് ഓങ്കോളജിയുടെ ഒരു കോംപ്രിഹെൻസീവ് കെയർ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത് 2021 ആണ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ കീമോതെറാപ്പി ചെയ്യുന്ന ഫെസിലിറ്റി ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് IP കെയറും ഉണ്ട്, മോർഫിൻ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് OP ഇപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ആഴ്ചയിൽ 3 ദിവസം വെച്ചിട്ട് എല്ലാ ദിവസവും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ OP ഉണ്ട്. 60 to 70 പേഷ്യൻസ് പെർ OP വരുന്നുണ്ട്. ഇവർക്ക് കീമോതെറാപ്പി വേണ്ടിയിട്ട് ബാക്ക് റെഫർ ചെയ്ത് വരുന്ന പേഷ്യൻസ് ഉണ്ട്. RCC മെഡിക്കൽ കോളേജൊക്കെയാണ് നമ്മുടെ ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ള കാച്ച്മെന്റിൽ നമ്മളാണ് വരുന്നത്. പിന്നെ ഈ പുനലൂർ ഏരിയയിൽ വരുന്ന ലൊക്കാലിറ്റിയിലുള്ള ആളുകളുടെ സ്ക്രീനിങ് പ്രോഗ്രാം, അവർക്ക് ഡിറ്റക്ഷൻ, നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാൻസർ കെയർ, അത് ഏർലി ഡിറ്റക്ഷൻ കഴിഞ്ഞിട്ടായാലും ഇപ്പൊ സപ്പോസ് ക്യാൻസർ ബ്രസ്റ്റിൽ വരുമ്പോൾ അതിനാദ്യം സർജറി ആയിരിക്കും ചെയ്യുക.
സർജറിക്ക് ശേഷം കീമോതെറാപ്പി, അതിനുശേഷം റേഡിയേഷൻ ആവശ്യമുള്ളവർക്ക് റേഡിയേഷൻ, പിന്നെ ഹോർമോണൽ ട്രീറ്റ്മെന്റ് വേണ്ടവർക്ക് അത്, പിന്നെ ബയോളജിക്കൽ ഏജൻസ്, ഇങ്ങനെയാണ് ട്രീറ്റ്മെന്റ് പോവാം. ഇതെല്ലാം റേഡിയേഷൻ ഒഴികെ ബാക്കിയെല്ലാം നമുക്കിവിടെ ചെയ്യാനുള്ള സൗകര്യം നിലവിലുണ്ട്. പിന്നെ സർജറി ഇവിടെ മുമ്പ് ചെയ്തിരുന്നു. ഇപ്പം കുറച്ച് ടെക്നിക്കൽ വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ക്രൗഡ് കുറച്ച് കൂടുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉറപ്പായിട്ടും ഉണ്ട്. ഓങ്കോളജിസ്റ്റ് ആയിട്ട് ഞാൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പോപ്പുലേഷൻ ടാക്കിൾ ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസം അക്കാര്യത്തിലുണ്ട്. പോസ്റ്റൊക്കെ ഇനിയും കൂടും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രൊവിഷൻസ് വരും എന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നു. താങ്ക് യു. ഇന്ന് ക്യാൻസറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡോക്ടർ സുമിത്ര നായർ നമ്മൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഇന്നത്തെ ജീവിതശൈലിയിൽ നമ്മൾ ഒരുപാട് ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയോടുകൂടിയാണ് നമ്മൾ എപ്പോഴും അതിനെ നോക്കി കാണുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരുപാട് വിലയേറിയ കാര്യങ്ങൾ നമുക്ക് മാഡം പറഞ്ഞു തന്നു. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്.